സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരാളുടെ പ്രിവിലേജാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള ഡ്രസ്സസൊക്കെ നമ്മളൊരു കല്യാണത്തിന് പോയപ്പോൾ അതിൻ്റെ തലേ ദിവസം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഓൾവേസ് പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാൻ എ മാത്രമല്ല പ്ലാൻ ബിയും കൂടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പ്ലാൻ എ വർക്ക് ആവാത്തത് കൊണ്ട് നമുക്ക് പ്ലാൻ ബി എടുക്കേണ്ടി വന്നു ലാസ്റ്റ് മിനിറ്റിൽ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നും നടക്കില്ല എന്ന്. അപ്പോൾ ഞാൻ തലേൻ്റെ തലേദിവസം രാത്രി നമസ്വിക്കുള്ള പ്ലീറ്റഡ് സ്കർട്ട് പകുതിയാക്കി വെച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ അതിന് ലൈനിങ് ഇല്ല, ആ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ലൈനിങ് ഇല്ല. പ്ലാൻ ബി ആയിട്ട് ഞാൻ വേറൊരു സാരി, ഇങ്ങനെ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള സാരി ഇല്ല അത്, പക്ഷേ അമ്മയുടെ സാരിയാണ്, പുതിയ സാരിയാണ്. അമ്മ ഇത് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ പ്ലാൻ ബി ആക്കി വെച്ചൊരു സംഗതിയായിരുന്നു. അപ്പോൾ അതവിടെ വെച്ചു. അപ്പോൾ അതിനുണ്ട് സ്കർട്ടില്ല, അതിൽ ബ്ലൗസ് തുന്നാൻ ലൈനിങ് ഇല്ല. ഇപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ എടുക്കുന്നത് തലേ ദിവസം രാവിലെ 30-ാം തീയതി രാവിലെയാണ് ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കടയിൽ പോയി ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ സോഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം തുന്നാൻ. അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ നിന്ന്, അതായത് ടൈലറിങ് മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് നൂല്, ബ്രാക്കപ്പ്, പിന്നെ അതിലേക്കുള്ള മുത്ത് കല്ല് സംഗതികൾ, പിന്നെ അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള നമസ്വിക്കും എനിക്കും വിടാനൊക്കെ വേണ്ടിയിട്ടുള്ള മാല, വള, കമ്മൽ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എല്ലാമല്ല, കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി. നല്ലൊരു ഷോപ്പാണ് കേട്ടോ, ഞാൻ എപ്പോഴും പറഞ്ഞ ഷോപ്പാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് വീണ്ടും ഞാൻ ഈ പവാട എടുത്ത് കാണിക്കണം. 5.25 മീറ്ററാണ് കേട്ടോ എൻ്റെ കുട്ടിക്ക് വേണ്ടി എടുത്തിട്ടുള്ള തുണിയുടെ ലെങ്ത്. അതായത് എൻ്റെ സാരി അങ്ങനെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ലൈനിങ് വെച്ചിട്ട് നമുക്കിനി ഇത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ബ്ലൗസും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബ്ലൗസ് തുന്നാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വർക്കൊന്നും ചെയ്യാനുള്ള നേരം കാര്യമായിട്ട് കിട്ടുന്നുണ്ടാവുമെന്ന്. പിന്നെ ഞാൻ ഒരു ഫുൾ ഓൺ വീഡിയോ ആയിട്ട് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയോ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അത് കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് സാരി. അപ്പോൾ ഇതിൻ്റെ ബോർഡറിലേക്ക് മാച്ചിങ് ആയിട്ട് വരുന്നതാണ് ഈ പർപ്പിൾ കളറ് മോൾക്ക് എടുത്തിട്ടുള്ളത്. അതും വേറെ സാരിയാണ്, അത് അനിയത്തിയുടെ സാരിയാണ്. അപ്പോൾ അവളത് എപ്പോഴാണെന്ന് വെച്ചാൽ ചേച്ചി ഇത് തുന്നിക്കോളോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, മോൾക്ക് തുന്നിക്കോളോ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സാരിയിലേക്ക് ബോർഡറിലേക്ക് മോളുടെ പാവാടയുടെ കളറ് മാച്ചിങ് ആവും. പിന്നെ ഏട്ടന് ഓൾറെഡി ഒരു ഗ്രീൻ ഷർട്ട് ഉണ്ട്. എനിക്ക് ഒരേ കളറ്, അതായത് സെയിം കളറ് വേണമെന്നില്ല, എനിക്കത് താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഷെയ്ഡ്സ്, ആ ഒരു ഇതുണ്ടല്ലോ, ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ അല്ലെങ്കിൽ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ, അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ നന്നാവുന്നതായിട്ട് തോന്നാറുള്ളത്. നമ്മളെപ്പോഴും ഒരു ഡ്രസ്സല്ലല്ലോ, ഒരു നല്ലൊരു ഫോട്ടോയല്ലേ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രെയിമല്ലേ ഇത് ചെയ്യുന്നത്, എന്താ പറയുക, അതിനെ സെറ്റാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ വാങ്ങി വന്ന സംഗതികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ പച്ച ഷർട്ടിന് ഒരു പച്ച കരയുള്ള മുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഈ സിബും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ലേസിൻ്റെ റോള് മേടിച്ചിട്ടുണ്ട്. അവൾക്കൊരു ഷോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്ന് പറഞ്ഞിരുന്നു, ഇങ്ങനെ ദാവണി പോലെ ചുറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് മാച്ചിങ് ആയിട്ട് ഒരു ലേസ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, ഡോരി ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല എന്ന് കണ്ടിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഡോരി സ്ട്രിങ് എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ഡ്രസ്സിലേക്ക് മേടിച്ചതാണ്, ബ്ലാക്ക് ലേസ്. അത് മീറ്ററിന് എന്തോ 20 രൂപയായിട്ടാണ് കേട്ടോ. ഞാൻ 1.5 മീറ്റർ എന്തോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതല്ലാതെ കുറച്ച് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സൊക്കെ മാച്ചിങ് കളർ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, നോക്കണം. ഇപ്പം തന്നെ ഏകദേശം 2 മണിയായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 8 മണിയാകുമ്പോൾ തലേദിവസം ഒരു പരിപാടി ഉണ്ടാവുമല്ലോ, സംഗീതം, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു പരിപാടി. അപ്പോൾ അതുണ്ട്, അതിന് പോകണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഇതെന്താവും എന്നുള്ളത് അറിയില്ല. പിന്നെ കടയിൽ നിന്ന് വാങ്ങി 1-2 സംഗതികളാണിത്. ഫാഷൻ ടേപ്പ്, ഒരു നോസ് സ്ട്രിപ്പ് വാങ്ങിയിട്ടുണ്ട്, 1-2 ക്ലച്ച് ക്ലിപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇടാനുള്ള നേരം, ഇട്ട് കൊടുക്കാനുള്ള നേരം കിട്ടിയില്ല. പിന്നെ നമസ്വിക്ക് ഒരു 2 സ്റ്റോൺ വെച്ച ബാങ്കിൾ, അതല്ലാതെ ആ പാവാടയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള ബാംഗിൾസ് അവൾക്ക് ഇവിടെ ഉണ്ട്. കുറച്ച് ദിവസം മുന്നേ വിഷുവിനിട്ടെന്തോ വാങ്ങിയതുണ്ട്. എനിക്ക് വാങ്ങിയ കുപ്പിവള, പിന്നെ ഒരു ജുംക്ക അവൾക്ക് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ അവളുടെ കാതിലിത് കയറിയില്ല, എൻ്റെ കാലിച്ചിരി വലിപ്പം കൂടുതലായതുകൊണ്ട് അത് കയറിയില്ല. അപ്പോൾ ഞാൻ വേറെ ഒരു മാല, ലക്ഷ്മി മാല മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്മലും അതും തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ ഒരു പോക്കറ്റ് പെർഫ്യൂം ഏട്ടന് വാങ്ങിയതാണ്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു അൽക്കുലത്തെ സംഗതികളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. സാധാരണ ഒന്ന് പുറത്ത് പോയി വരുമ്പോഴത്തേക്കും ഞാൻ എക്സോസ്റ്റഡ് ആവാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എക്സോസ്റ്റഡ് ആവാനുള്ള നേരമില്ലാത്തത് കൊണ്ട് നമ്മൾ വേഗം അതൊക്കെ ഒതുക്കി വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഷോൾ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. ആ സാരിയുടെ ഹൈറ്റ് പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത ഒരു ചെറിയ, അവർക്ക് ഇങ്ങനെ ദാവണി ചുറ്റാൻ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം. പക്ഷെ ഇത് യൂസ് ചെയ്തില്ല, എൻ്റെ അത്രയും നേരവും ഇതും പോയി. ആ ഒരു ലേസിന് 10 രൂപ എന്താണ് ഒരു മീറ്ററിന്. ഇത്
ഞാൻ 3.5 മീറ്ററാണ് വാങ്ങിയത്. 3.5 അല്ല, എനിക്ക് അധികം വേണമായിരുന്നു, പക്ഷെ അത് 3.5 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സിമിലർ ഷെയ്ഡ് വരുന്ന ലേസ് വേറെ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് തൃശ്ശൂർ പോകാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഷോളിൻ്റെ ലെങ്ത് കട്ട് ചെയ്തത് ഇത്തിരി കൂടിപ്പോയി. നമുക്ക് ഈ ലേസ് തികയുന്ന വരെയല്ലേ ഷോളിൻ്റെ ലെങ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ട്രിം ചെയ്ത് കളയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവൾക്ക് ഇങ്ങനെ ജസ്റ്റ് വൺ സൈഡ് ഇടാനോ ചെറിയൊരു ധാവണി പോലെ ചുറ്റാനുള്ള ഒരു പീസ് ഉണ്ടാവും. ഇതെന്തായാലും ഇത് വലിച്ച് നടക്കാനായിട്ട് പോണില്ല. ഇതൊക്കെ ഉടുത്ത് കൊടുത്താൽ തന്നെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുതരും. തലയിലിട്ട സ്ക്രഞ്ചി, ഷോള്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ചൂടെടുത്തിട്ട് ഇങ്ങനെ അസ്വസ്ഥതയാവില്ല. അപ്പോൾ സ്ഥിരം അതൊരു പതിവായതുകൊണ്ട് ഇത് ഇടും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. എന്നാലും വേണമെങ്കിൽ ഇടിയിപ്പിക്കാം, ഭംഗി ഉണ്ടെങ്കിൽ ചുറ്റാമെന്ന് ഓർത്തിട്ട് ഞാനതങ്ങ് റെഡിയാക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാരലലി ഒന്നും ചെയ്യണില്ല. ഇത് തീർന്നിട്ടാവാം അടുത്തതെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഇരുന്നു. പാവാടയും ഒക്കെ ഞാൻ തീർത്തു കേട്ടോ. പിന്നീട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ കല്യാണത്തിൻ്റെ അന്നെടുത്തൊരു ക്ലിപ്പാണ്. മറ്റുള്ളവരുടെ ഒരു പ്രൈവസി മാനിച്ച് ഞാൻ ഇങ്ങനെയാണ് ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ വീഡിയോയിൽ അതിൽ വരാൻ താല്പര്യമില്ലാത്ത ആളുകളെ പിടിച്ചിടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ വേറെ ഈ കല്യാണത്തിൻ്റെ അറിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാനും എൻ്റെ കുട്ടീൻ്റെ ഹസ്ബൻഡൊക്കെ മാത്രമേ ഉള്ളൂ. തലേദിവസത്തെ പരിപാടിക്ക് പോയി വന്നിട്ട് പിന്നെ വൈകുന്നേരം 10 മണിക്കാണ് ഞാൻ എൻ്റെ ബ്ലൗസ് 10:10:30ക്കാണ് ബ്ലൗസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ തന്നെ എടുക്കുന്നത്. അത് ഡ്രാഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുലർച്ചെ 1:30. അതങ്ങനെ വെച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഒരു കുഞ്ഞ് വർക്ക്, നമസ്തേൻ്റെ ഡ്രസ്സിലുള്ള ഒരു ചെറിയ വർക്ക് ചെയ്തു കൊടുത്തു. എന്നിട്ട് ആ സാരി പ്ലീറ്റ് ചെയ്ത്, അതായത് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഇതെങ്ങനെ പ്ലീറ്റ് ചെയ്യണം, സാരി എങ്ങനെ ഉടുക്കണം എന്നുള്ള യൂട്യൂബ് വീഡിയോസ് വരെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ സാരി ഉടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല സാരി ഉടുക്കാൻ. ഞാൻ ആകെ 3-4 തവണയിട്ട് സാരി എടുത്തിട്ടുള്ളൂ. അത് തന്നെ എൻ്റെ അനിയത്തി ഉടുത്ത് തന്നിട്ടുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ കല്യാണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഇനി 3:30ക്കാണ് റിസപ്ഷന് പോകേണ്ടത്. ഇപ്പോൾ ഒരു 2 മണി ആവാറായിട്ടുണ്ട്. ഞാൻ പാർട്ടിക്ക് പോകാൻ, നമസ്തേക്ക് പാർട്ടിക്ക് പോകാനുള്ള ഡ്രസ്സാണ്. അതായത് 3:30ക്ക് അവിടെ നിന്ന് വണ്ടി പോവും. ആ 3:30ക്ക് പോകുന്നതിന് മുമ്പാണ് കേട്ടോ ഞാൻ പാർട്ടിക്ക് പോകാനുള്ള ഡ്രസ്സ് കട്ട് ചെയ്ത് സ്റ്റിച്ച്, അതായത് ഇതും കട്ട് ചെയ്യുന്ന സമയത്ത് ഏട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ട്, വേറെ എന്തെങ്കിലും ഇട്ട് കൊടുക്ക്, ഇതിപ്പോൾ തിരക്കാക്കണ്ട. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലുണ്ടാവുമല്ലോ, അത് നടന്നില്ല, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ ആകുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ ഇല്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ വേഗം പെട്ടെന്ന് പരിപാടി ഞാൻ തന്നെ എന്താ പറയുക, പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സാറ്റിൻ്റെ ഒരു സെമി അമ്പർലായിട്ടുള്ള ഒരു സ്കേർട്ടും ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പുമാണ് ഞാൻ അവൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്. കറക്റ്റ് 3 മണിയായപ്പോഴത്തേക്ക് ഇത് തുന്നി കഴിഞ്ഞു. ഞാൻ പിന്നെ ഒരു ജീൻസ് ഒരു ഷർട്ടാണ് ഇട്ടത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, ഡ്രസ്സപ്പ് ചെയ്യാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടോപ്പ് തുന്നണം എന്നുണ്ടായിരുന്നു, പക്ഷേ നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്കിത് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഞാനത് വിഷമിപ്പിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പം ഊണ് കഴിഞ്ഞ് വന്ന് അവരോട് റെസ്റ്റ് ചെയ്യുന്ന നേരത്ത് ഞാനത് വേഗം കട്ട് ചെയ്ത് വേഗം തുന്നി. ഇതിലേക്ക് പിന്നെ ലൈനിങ് ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല. നല്ല കട്ടിയുള്ള സാറ്റിൻ മെറ്റീരിയലായിരുന്നു. ഗൗൺ സാറ്റിൻ ഇല്ലേ, നല്ല പിങ്ക് കളറ് ഡ്രസ്സുള്ള ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു എ ലൈനായിട്ട് നമ്മുടെ 2 സൈഡും ഇങ്ങനെ ജസ്റ്റ് തൂങ്ങി കിടക്കുന്നത് ഞാൻ ഫോട്ടോസ് കാണിക്കാം കേട്ടോ. അതിൽ ആ രീതിക്കുള്ളൊരു പാറ്റേണാണ് ചെയ്തത്. ഒരു ക്രീം കളറ്, മിൽക്കി വൈറ്റ് കളറ് ഒരു ലേസ്, സ്കാലപ്പ് വരുന്ന ലേസ് അല്ല, ഒരു വർക്ക് മെറ്റീരിയൽ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇതിൽ ഹാൻഡ് വർക്കും കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. തുണി എടുക്കുന്നു പ്രത്യേകിച്ചൊരു ഡിസൈൻ ഒന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ചിന്തിക്കാതെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഷോർട്ട് സ്പാനിലാണ് അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ പാർട്ടിക്ക് പോകുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. നമസ്തേയിൽ 1-2 ഫോട്ടോ എടുത്തത് ഞാനിതിൽ കൊടുക്കാം. വീഡിയോ ക്ലിപ്സായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ ഇഷ്ടമുണ്ടായിട്ടും നിങ്ങൾ മടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. ഉപകാരപ്പെടും, ഉറപ്പായിട്ടും ഉപകാരപ്പെടും.